ഹലോ ഗൈസ്, എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് വിനീച്ചേട്ടനും ഉള്ളൊരു ചോദ്യമായിരുന്നു, എന്താണ് യുകെയിൽ സ്നോഫോൾ ഇല്ലാത്തതെന്ന്. എന്തായാലും ഇന്ന് രാവിലെ വെള്ളിലോട്ടിറങ്ങിയപ്പം ആ ചോദ്യത്തിന് നല്ലൊരു ഉത്തരം കിട്ടി. എന്തായാലും ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഉള്ള വിനീച്ചേട്ടൻ്റെ വെപ്രാളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീച്ചേട്ടൻ ഓഫീസിൽ പോയതിനു ശേഷം ഞാൻ നേരെ പോയത് ഫിഷർ ഗേറ്റിലേക്കാണ്. അവിടെ വിഷ്ണുവും ആകാശവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആകസ്മികമായി കണ്ടതാണെന്ന്. അല്ല, ഞങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുമിച്ച് വന്നവരാണ്. അങ്ങനെ ആകാശം നേരെ പോയത് HSBC ബാങ്കിലേക്കാണ്. പൈസക്കാർക്ക് എന്തുമാവാലോ. ഞാനും വിഷ്ണു നേരെ പോയി പ്രൈമാർക്കിലേക്കാണ്. പ്രൈമാർക്കിൽ പോയപ്പം അല്ലെ ചേച്ചിയും പൊന്നും ഒക്കെ ഉണ്ടായിരുന്നു. പൊന്നു നാട്ടിൽ പോവാണ്. അപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം പൊന്നു എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ സിസ്റ്ററാണ്. അങ്ങനെ അവിടെ നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് TK Maxലേക്കാണ്. അവിടെ ഒരുപാട് ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോഴാണ് ഞാനൊരു സാധനം കാണുന്നത്, ഗോഡ് മിൽക്കൊക്കെ ആൾക്കാർ കുളിക്കുന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത്. പിന്നെ യദുവിനെ കണ്ടപ്പോൾ ഞാൻ നല്ലൊരു ഡിസ്റ്റൻസ് ഇട്ടു. കാരണം ഞാൻ അവനിപ്പോൾ എവിടെ കണ്ടാലും നല്ല അടിയാണ്. അതുകൊണ്ട് ഒരു കൈയകലം പാലിച്ചാണ് ഞാൻ നടന്നത്. അങ്ങനെ അവിടെ കിടന്ന് ഞാനും വിഷ്ണു കണ്ണാടിനെ ഫ്രണ്ടിൽ കുറേ പട്ടിഷയൊക്കെ കാണിച്ചു. അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത്, എന്തായാലും പൊന്നു നാട്ടിൽ പോകാണല്ലോ, ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്തുവിടാന്ന്. അങ്ങനെ അവർ വാച്ച് കൊടുത്തുവിടാൻ തീരുമാനിച്ചൊരു വാച്ചൊക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം നോക്കുമ്പോഴതാ ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്ത് ഇപ്പോൾ റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി നിൽക്കണം. അപ്പൊ വിഷ്ണു എടുത്ത് പറഞ്ഞു, എന്തായാലും നീ വീഡിയോ എടുക്കില്ല, ഞാൻ നിനക്കൊരു ഉഗ്രം കണ്ടന്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ഇവരായതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും കൂടെ കണ്ടന്റ് ആയിരിക്കും. എന്തായാലും കൂട്ടുകാരനായി പോയില്ലേ, തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് കൂടെ പോയി നോക്കുമ്പോൾ അത് ആസ് യൂഷ്വൽ ഒരു ജെട്ടി കണ്ടന്റാണ് അവൻ എനിക്ക് തന്നത്. ഇവിടെ ഭയങ്കരമായ ഒരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുമെങ്കിലും ആക്ച്വലി ഏത് ഷെഡ് സെലക്ട് ചെയ്യണം എന്നാണ് അവർ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവരും ചെറിയൊരു കുട്ടി ക്യാൻവാസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാനങ്ങ് മേടിച്ചു. പിന്നെ വോഡ്ക ഫിൽഡ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ മേടിച്ചില്ല. ആയിരിക്കും സംശയമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ പൗണ്ട്ലാൻഡിൽ പോയി. പൗണ്ട്ലാൻഡിൽ പോയപ്പം യദു അവിടെ കണ്ട ഏതൊക്കെയോ പെർഫ്യൂം കയ്യിൽ വാരി അങ്ങ് എടുത്തു. പൈസ കുറവാണെന്നും പറഞ്ഞൊരു മനുഷ്യന് ഇത്ര കാർത്തി കാണിക്കാൻ പാടുണ്ട്, നിങ്ങൾ എന്നെ പറ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5 മണിയായി. നമ്മൾ നേരെ ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് പോയത്. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റിലാണ് പോയി ആഹാരം കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. ഞാനും വിഷ്ണു മീൽസാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവർ കിഴി ബിരിയാണി, പൊറോട്ട ഒക്കെ ഓർഡർ ചെയ്തു. എന്തായാലും വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഞാൻ. പിന്നെ അവർ വീണ്ടും ഷോപ്പിങ്ങിന് പോയി, ഞാൻ വീട്ടിൽ പോയി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.